ഇന്ന് നമ്മൾ ഈശോയുടെ അമ്മയാകാനായി ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തെക്കുറിച്ചും അമ്മയുടെ മാതാപിതാക്കളെക്കുറിച്ചുമാണ് മനസ്സിലാക്കുന്നത്. ദാവീദ് ഗോത്രജനായിരുന്ന യോവാക്കിമിന്റെയും ലേവി ഗോത്രജയായിരുന്ന അന്നയുടെയും മകളായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയം ജനിച്ചത്. യോവാക്കിമും അന്നയും അടിയുറച്ച ദൈവഭക്തിയും അനിതര സാധാരണമായ ജീവിത വിശുദ്ധിയുമുള്ള ഉത്തമ ദമ്പതികളായിരുന്നു. അവരുടെ വരുമാനത്തിന്റെ 1/3 അവർ ദേവാലയ ആരാധന ആവശ്യങ്ങൾക്കും 1/3 ദാനധർമാദികൾക്കും ബാക്കി 1/3 അവരുടെ ജീവിത ചെലവിനുമായി വിനിയോഗിച്ചിരുന്നു. 20 വർഷക്കാലം അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഇസ്രായേൽക്കാരുടെ വിശ്വാസമനുസരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്ന് കരുതിയിരുന്നു. അതിനാൽ ഈ ദമ്പതികൾക്ക് മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും വളരെയേറെ സഹിക്കേണ്ടി വന്നു. ഒരിക്കൽ സമർപ്പണ തിരുനാളിൽ യോവാക്കിം തന്റെ സർവ്വ കുടുംബാംഗങ്ങളോടും സ്വജനങ്ങളോടുമൊപ്പം ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കാൻ ചെന്നു. അപ്പോൾ മഹാപുരോഹിതൻ യോവാക്കിമിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, സന്താന സൗഭാഗ്യമില്ലാത്ത നീ സന്താനങ്ങളാൽ അനുഗ്രഹീതരായവരോടൊപ്പം കാഴ്ചയർപ്പിക്കാൻ വരുന്നതെങ്ങനെ? നിന്റെ കാഴ്ചകളും പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കുകയോ സംപ്രീതനാവുകയോ ചെയ്യുകയില്ല. അതിനാൽ ആദ്യം പോയി ദൈവത്തിന്റെ ഈ വിധിയിൽ നിന്ന് നീ മോചിതനായി സന്താന സൗഭാഗ്യമുള്ളവനാവുക. അതിനുശേഷം മടങ്ങി വന്ന് കാഴ്ചയർപ്പിക്കുക. അത്യധികം കഠിനമായ ഈ വാക്കുകൾ കേട്ട യോവാക്കിം അതീവ ദുഃഖിതനും നിരാശനുമായി തീർന്നു. സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോകാതെ വനാന്തരങ്ങളിലേക്ക് അവൻ ഓടിപ്പോയി. തന്നെ ആരും കാണുകയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു ഘോര വനത്തിനുള്ളിൽ ഒരു കൂടാരമുണ്ടാക്കി തൻ്റെ ദൈവം തന്നെ ദർശിക്കുന്നതുവരെ ജലപാനം പോലും നടത്തുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഉപവാസം, പ്രാർത്ഥന, ജാഗരണം എന്നിവയിൽ മുഴുകി ജീവിച്ചു. അതേസമയം തൻ്റെ ഭർത്താവിനെ കാണാതെ അതീവ ദുഃഖത്തിലും വേദനയിലുമായിരുന്ന അന്നയെ സ്വന്തം പരിചാരിക പോലും പഴിക്കുകയും ശാപവാക്കുകളാൽ ശകാരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മനം നൊന്ത അന്ന തൻ്റെ വീട് വിട്ടിറങ്ങി തൊട്ടടുത്തുള്ള തോട്ടത്തിലെ പന്തീൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചു, പിതാക്കന്മാരുടെ ദൈവമേ, എൻ്റെ മാതാവായ സാറായെ അനുഗ്രഹിച്ച് അവൾക്ക് ഇസഹാക്കിനെ നൽകി അനുഗ്രഹിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നോട് കരുണ തോന്നണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരുന്ന യോവാക്കിം ഒരു വലിയ പ്രകാശം കണ്ട് ഞെട്ടിയുണർന്നു. തൻ്റെ മുൻപിൽ ഒരു ദൈവദൂതൻ നിൽക്കുന്നത് കണ്ട് പരിഭ്രമിച്ചു. ദൂതൻ യോവാക്കിമിനോട് പറഞ്ഞു, യോവാക്കിം, നീ എന്നെ കണ്ടു പരിഭ്രമിക്കേണ്ട. നിന്റെ പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിന്നെ അറിയിക്കാൻ അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ. നിന്റെ ഭാര്യ അന്നയുടെ ഗർഭപാത്രം അടയ്ക്കപ്പെട്ടിരിക്കുന്നത് അത് അത്ഭുതകരമായി തുറക്കാൻ വേണ്ടിയാണ്. അത് പാപത്തിന്റെ സന്തതിയെ പ്രസവിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനം ഉൾക്കൊള്ളാനുള്ളതാണ്. നിന്റെ ഭാര്യ അന്ന ഒരു പുത്രിയെ പ്രസവിക്കും. അവൾക്ക് മറിയം എന്ന് പേരിടണം. നീ എഴുന്നേറ്റ് ജെറുസലേമിന്റെ സുവർണ വാതിൽക്കലേക്ക് ചെല്ലുക. അവിടെ വെച്ച് നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുന്ന നിന്റെ ഭാര്യ നിന്നെ സ്വീകരിക്കും. ഇത് പറഞ്ഞിട്ട് ദൂതൻ അവിടെ നിന്ന് പോയി. അതേസമയം വൃക്ഷച്ചുവട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്ന ഒരു വലിയ പ്രകാശം കണ്ടു. ഒരു ദൈവദൂതൻ അവളുടെ മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞു, അന്ന, നീ എന്നെ കണ്ടു ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനകളും കാഴ്ചകളും ദൈവ തിരുമുമ്പിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിന്നെ അറിയിക്കാൻ അയക്കപ്പെട്ട മാലാഖയാണ് ഞാൻ. നീ ഒരു പുത്രിയെ പ്രസവിക്കും. അവൾക്ക് മറിയം എന്ന് പേരിടണം. അവൾ സകല സ്ത്രീകളിലും വെച്ച് അനുഗ്രഹീതയായിരിക്കും. അവൾ ദൈവകൃപ കൊണ്ട് നിറയ്ക്കപ്പെടും. 3 വയസ്സുവരെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച ശേഷം അവൾ ദേവാലയത്തിൽ വളരും. ഒരശുദ്ധിയിലും പെടാതെ ദൈവത്തെ സ്തുതിച്ചും ഉപവാസം, പ്രാർത്ഥന, ജാഗരണം എന്നിവയിലും മുഴുകി അവൾ ജീവിക്കും. പുരുഷനെ അറിയാത്ത കന്യകയായിരിക്കെ തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ലോകരക്ഷിതാവ് തന്നെ. നീ എഴുന്നേറ്റ്
ജെറുസലേമിന്റെ സുവർണവാതിൽക്കലേക്ക് ചെല്ലുക. അവിടെ വെച്ച് നീ നിന്റെ ഭർത്താവിനെ കണ്ടുമുട്ടും. ഇത് പറഞ്ഞ ശേഷം മാലാഖ അവിടെ നിന്ന് പോയി. മാലാഖ അറിയിച്ചതനുസരിച്ച് അന്നയും യോവാക്യമും ജെറുസലേമിന്റെ സുവർണവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടി. ഇരുവരും സന്തോഷത്തോടെ സ്വഭവനത്തിലേക്ക് മടങ്ങി.